യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഞാനത് നിങ്ങളായതുകൊണ്ട് പറഞ്ഞതാ. എന്നാ ഞാൻ വിളിച്ചോളാം രഘു. ശരി. ഇന്ദ്രന്റെ വീട്ടില് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയല്ലോ രഘു. അവിടെ എന്നും പ്രശ്നം തന്നെ. ആ സ്ത്രീ വീട്ടിൽ നിന്ന് കുഴപ്പമുണ്ടാക്കിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ? അതും അമ്മാവ് മരിച്ചു എന്ന് പറഞ്ഞ ആ സ്ത്രീ മകളെയും ഭാനുവമ്മയും കൂട്ടി അങ്ങോട്ടേക്ക് വന്നത്. ഞാൻ ആ വീട് മാറാൻ തീരുമാനിക്കാൻ ഒരു കാരണം അതുകൂടിയാ. സുശീല ഇന്ദ്രന്റെ വീട്ടിൽ നിന്ന് മാറി താമസിച്ചെങ്കിൽ അതൊരു നല്ല ലക്ഷണമാണ്. ആ സ്ത്രീ കൂടെ ഉണ്ടെങ്കിൽ ഇന്ദ്രന് അനുപമയായിട്ട് അടുക്കാൻ കഴിയില്ല. അതിനാ സ്ത്രീ സമ്മതിക്കില്ല. എല്ലാം നല്ലതിനായിരിക്കട്ടെ, അല്ലേ? അതെ. അപ്പോ ഞാൻ ഇറങ്ങാം. വീട് മാറുമ്പോൾ ഞാൻ വിളിക്കാം. വരണം. സ്ഥലത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരും. അണ്ണനോട് എന്റെ അന്വേഷണം പറയാം. ശരി അങ്കിൾ. മക്കളെ, അമ്മ ഇപ്പോ വരും കേട്ടോ. ഈശ്വര, വിനയനാണല്ലോ. ചീരു എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? ഹലോ. ദൈവമേ. ഇല്ല, നിങ്ങളങ്ങോട്ട് വന്നാ മതി. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങൾ കൊണ്ടുവന്ന സെറ്റിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലേ? അതൊക്കെ നിങ്ങളുടെ കാര്യം. നിങ്ങൾ എനിക്ക് പറയാനുള്ള കൂടി അങ്ങോട്ട് കേക്ക്. ചേട്ടാ വണ്ടി നിർത്തിയേ. ചേട്ടാ വണ്ടി നിർത്ത്. ഫോൺ വിളിച്ചു കഴിഞ്ഞവനിങ്ങോട്ട് കയറി വരുമല്ലോ ദൈവമേ. അതിനിടെ ചീരു വന്നില്ലേ കുഴപ്പാ. എന്തെങ്കിലും പ്രശ്നത്തിന്റെ പേരില് ഇവൻ ഒന്നുകൂടെ പുറത്തു പോകാൻ തോന്നിയാലേ രക്ഷയുള്ളൂ. ഈശ്വര. ശരി, ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ആ സെറ്റ് പോയി എന്റെ വീട്ടിലോട്ട് വാ. ഞാൻ ഇവിടെ തന്നെ കാണും. ബാക്കി നമുക്ക് നേരിൽ പറയാം. ദൈവമേ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഓക്കേ. ഓരോരുത്തന്മാരുടെ ലാപ്പും കോപ്പും ഒക്കെ കംപ്ലൈന്റ് ആയ അത് റെഡിയായി കൊടുക്കാൻ വിനയം വേണം. മാന്യമായ സർവീസ് ചാർജ് ചോദിച്ചാലോ അത് തരുവില്ല. അല്ല, ശരിക്കും എന്താ പ്രശ്നം? ആരാ നിന്നെ വിളിച്ചേ? എന്റെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയോ? ചോദിക്കുന്ന കേട്ടാ തോന്നുന്നു എന്റെ എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ ഇപ്പൊ തീർത്തു തരുമെന്ന്. എടാ, ഞാൻ നിന്റെ ടെൻഷൻ കൊണ്ട് ചോദിച്ചതല്ലേ. അതിന് നീ എന്നെ നേർക്കുന്നതിനെ ചാടിക്കറുന്നേ. നിന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ നീ ഇവിടെ നിന്ന് തുള്ളാതെ നേരെ അയാളുടെ അടുത്തേക്ക് പോയിട്ട് ന്യായം അവിടെ പറയാ വേണ്ടത്. അതിന്റെ ആവശ്യം എന്താണ്? അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കാണാൻ ഇങ്ങോട്ട് വരട്ടെ. എടാ, നീ അത് പിന്നെ. ഹലോ. എന്താ മോളെ? ഒന്നുമില്ല.
ഷോപ്പിൽ വെച്ച് കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ ഞാൻ അങ്ങോട്ട് വരാം. പക്ഷേ 1 മണിക്കൂർ കഴിയും. ഞാനിപ്പോ വീട്ടിലാ. വൈഫിന് നല്ല സുഖമില്ല. ചിലപ്പോ ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടി വരും. ആ ശരി. എടാ ചീരുവിനിപ്പോ വലിയ പ്രശ്നമൊന്നുമില്ല. നീ വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി അത് ക്ലിയർ ചെയ്തേക്ക്. ആ അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഏതായാലും വന്നതല്ലേ, ചീരൂനൊന്ന് കണ്ടിട്ടാ. എടാ നീ അത് ക്ലിയർ ചെയ്തിട്ട് വാ. ആ എന്നിട്ട് വേണം അവള് സുഖമില്ലാതെ കിടക്കുമ്പോ ഞാൻ തിരിഞ്ഞു നോക്കിയില്ല നിങ്ങൾക്ക് നാട്ടുകാരോട് പറയാം അല്ലേ? എടാ ചീരു നല്ല ഉറക്കാടാ. അതിനെന്താ? അത് ശരി. നിങ്ങളൊന്നും മാറിയൊക്കെ മനുഷ്യ. ഇനി വേറെ കഥ കേട്ട അവിടെ നിൽക്കുക നിങ്ങള്. ചീരു നിങ്ങൾ എന്ത് വാങ്ങിച്ചു കൊടുത്തു എന്നാ പറഞ്ഞേ? അല്ല അത് പിന്നെ ഞാൻ ബ്രെഡ് കഴിച്ചു. ആ അല്ല നീ എന്താ ഇങ്ങനെ വേർക്കുന്നേ? പനി കുറയുന്നതിന്റെ ലക്ഷണം. നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കുക. ഡ്രസ് മാറിയിരിക്കുന്നല്ലോ. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി വന്നേ? എടാ അത് പിന്നെ ഏത് ഹോസ്പിറ്റലാ പോയേ? അത് ഏത് ഡോക്ടറെ കണ്ടേ? ആ മരുന്നിന്റെ കുറിപ്പടിക്ക് കാണിച്ചേ. അല്ല ഈ ഹോസ്പിറ്റലിൽ പോകാൻ ഡ്രസ്സ് മാറിയതേ ഉള്ളൂ. അപ്പോഴാണ് ചീരുവിന് പെട്ടെന്ന് ഒരു തലകറക്കം വന്നേ. അയ്യോ. പിന്നെ ചീരുവിനെ 2 കുട്ടികളെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ പോകാനാ? വീണ്ടും ഗുളിക കഴിച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് വിചാരിച്ചു. ആ കിടപ്പ് കിടന്നാ. ഇപ്പൊ നീ വന്നപ്പോഴാ ഉണർന്നേ. അല്ല വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരുമിച്ച് ചീരുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നയാ. ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. മുഖമൊക്കെ തെളിഞ്ഞിരിക്കുന്ന കണ്ടില്ലേ? അച്ഛൻ നമുക്ക് കുടിക്കാൻ റെസ്റ്റ് എടുക്കേ. ഈ ഭാഗത്താണെന്നാണല്ലോ പറഞ്ഞത്. ആ ചേട്ടാ, എന്താ ഈ ഭാഗത്ത് പുതിയതായിട്ട് 2 പേര് താമസിക്കാമെന്ന് അറിയാമോ? ഇല്ല, അറിയില്ല. അതെ. എന്താ ചേട്ടാ? ഒന്നുമില്ല. ശരി ചേട്ടാ. വന്ന് ബംഗാളി ഏതാ മലയാളി ഏതാന്ന് അറിയാത്ത അവസ്ഥയായി. ആ ചേച്ചി, എന്താ മോനെ? ഈ ഭാഗത്ത് പുതിയതായി 2 പേര് വാടകയ്ക്ക് താമസിക്കാമെന്ന് അറിയാമോ? ആ ഒരമ്മയും മോളും താമസിക്കുന്നുണ്ടെന്ന് അറിയാം. ആ അത് തന്നെ. അവരുടെ കയ്യിലൊരു പൊടിക്കുഞ്ഞുണ്ടായിരുന്നു. ആ അതെ. അവരേത് വീട്ടിലാ? ദോ ആ വീട്ടിലാണെന്ന് തോന്നുന്നു. ഓക്കെ ചേച്ചി, താങ്ക്സ്. അവിടെ ഇപ്പോ ആരുമില്ലാന്ന് തോന്നുന്നു മോനെ. അവര് രാവിലെ പോകുന്നുണ്ടായിരുന്നു. ജോലിക്കാരത്തിനാണെന്ന് തോന്നുന്നു. ആണോ? സാരമില്ല, വീട് മനസ്സിലായല്ലോ. ഞാൻ പിന്നെ വന്നോളാം. ശരി.
സത്യേട്ടാ